എല്ലാവരും ഒന്ന് വന്നേ, നമുക്ക് അടിപൊളി ഒരു ചോറും കൂട്ടാനും ആക്കാലോ. കുറച്ച് വെണ്ടക്ക ഉണ്ടായിനി പറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെ കൊണ്ട് തന്നെ ഒരു കൂട്ടാനാക്കാം ആദ്യം. ഈ വെണ്ടക്കൊക്കെ അരച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ വറുക്കണം. അപ്പോൾ തേങ്ങ വറുക്കുമ്പോൾ അതിൽ 2-3 അരി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഉള്ളിയും ഇടണം. ഇനി ഈ തേങ്ങ നല്ലോണം ചോത്തിട്ടാകുമ്പം അതിലേക്കില്ലേ കുറച്ച് കൊത്തമ്പാരിപ്പൊടി പറങ്കിപ്പൊടി ഇടാം. അതും അതിൻ്റെ പച്ചമണമെല്ലാം മാറുന്നവരെ നല്ലോണം ഒന്ന് വറുത്തിട്ടെടുക്കാം. അപ്പോൾ അത് വറുത്തിട്ടായി. ഇനി നമുക്കില്ലേ ഒരു ചട്ടി ചൂടാകുമ്പം അതിലേക്ക് എണ്ണ വെച്ച് കുറച്ച് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഉള്ളി, പച്ചപ്പറങ്കി, കരിയാമ്പലി ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. ഒരുപാട് സമയമൊന്നും വാട്ടണ്ട, ഒരു ഇതൊന്ന് പോയാൽ മതി, ഇതിൻ്റെ പച്ച ഇത്. അതിലേക്ക് തക്കാളി ഇടാം. തക്കാളി ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ട് നമ്മൾ മുറിച്ച് വെച്ച വെണ്ടക്ക ഇടാം. ഈ കൂട്ടാനില്ലേ കുറച്ച് പുളി വേണം. അപ്പോൾ ആ പുളി ഒന്ന് പൊതിർത്ത് വെക്കാം. വെണ്ടക്ക ഈ ഉള്ളിയിലും തക്കാളിയിലെല്ലാം ഒന്ന് നല്ലോണം മിക്സാക്കിയിട്ട് ഇനി കണക്കായിട്ടുള്ള ഉപ്പിടണം. ഉപ്പിട്ടിട്ട് നമ്മൾ പൊതിർത്ത് വെച്ച പുളിയില്ലേ അത് പിഴിഞ്ഞൊഴിക്കാം. ഈ പുളിവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി മിക്സാക്കിയിട്ട് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. അതിൻ്റെ ഇടയിൽ നിങ്ങളെല്ലാം എങ്ങനെയാണ് ഈ വെണ്ടക്ക കൂട്ടാൻ വെക്കൽ എന്നല്ല അതിൻ്റെ ഒരു റെസിപ്പിയെല്ലാം എനിക്ക് പറഞ്ഞു തരും വേണം കേട്ടോ. അപ്പോൾ ഇനി ഇത് തിളച്ചിട്ടാകുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങയല്ലോ ഇല്ലേ അത് അരച്ചത് ഇതിലേക്ക് ഒഴിക്കാം. വെള്ളം കൂട്ടുമ്പോൾ ഇല്ലേ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത്, കട്ടിയായിട്ടാണോ അങ്ങനെ വേണ്ടത് വെച്ചാൽ അതിന് കണക്കായ വെള്ളം ഒഴിക്കാം. തിളക്കുമ്പോഴേക്കില്ലേ നമുക്ക് കുറച്ച് കോയക്ക ചെമ്മീൻ ഇട്ടിട്ട് ഉപ്പേരി വെക്കാനാക്കാം. ഉണക്ക് ചെമ്മീനാണേ. കോയക്കയിൽ ചെമ്മീനും പറങ്കിപ്പൊടിയും ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് അതും വേവിക്കാൻ വേണ്ടി വെച്ചു. അതിൻ്റെ ഇടയിൽ നമ്മളെ കൂട്ടാൻ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഓഫാക്കാം. അപ്പോൾ ചെമ്മീനും കോയക്കും വേവുമ്പോഴത്തേക്ക് നമുക്ക് പപ്പടത്തോണ്ടൊരു ഫ്രൈ പോലെ ആക്കാം. പപ്പടം ചെറുങ്ങനെ മുറിച്ചിട്ട് എണ്ണയിൽ വറുത്തെടുക്കാം. നമ്മൾ സാധാ പപ്പടം വാട്ടിയിട്ട് എടുക്കുന്ന പോലെ തന്നെ. ഇത് വാട്ടിയെടുത്ത് കഴിഞ്ഞിട്ടില്ലേ അതേ എണ്ണയിലേക്ക് കുറച്ച് കരിയാമ്പലി ഇട്ട് പിന്നെ പറങ്കിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇടാം. അതൊന്ന് ആയിന്ന് പറയുമ്പോൾ അതിലേക്ക് നമ്മൾ വാട്ടി വെച്ച പപ്പടം ഇല്ലേ മുറിച്ചത് അത് ഇട്ടിട്ട് അതൊന്ന് ഇളക്കിയിട്ട് കോരിയെടുക്കാം. ഇത് കുറച്ച് നല്ലോണം ആക്കി വെച്ചാലില്ലേ നമുക്ക് കുറേ ദിവസം ഉപയോഗിക്കാം. ഒരു നല്ല ഡബ്ബയിൽ അടച്ച് വെച്ചാൽ കുറേ ദിവസം നിൽക്കും അത്. അപ്പോൾ കോയക്കയും ഉണക്ക ചെമ്മീനും എല്ലാം വെന്തു. അതിലേക്ക് കുറച്ച് തേങ്ങയും വെളുത്തുള്ളിയും ചേർച്ചത് ഇട്ടിട്ട് ഒന്ന് വെള്ളം വറ്റിച്ചെടുത്തു. എന്നിട്ട് നമ്മൾ പപ്പടം വാട്ടിയ എണ്ണയില്ലേ അതിൽ തന്നെ കുറച്ച് കടുവും പറങ്കി കരിയാമ്പലി ഇട്ട് നമ്മൾ വേവിച്ച് വെച്ച് ചെമ്മീനും കോയക്കും ഇട്ടു. അതൊന്ന് ഇളക്കി ഡ്രൈ ആക്കി എടുത്താൽ നമ്മളെ ഉപ്പേരി റെഡിയായി. അപ്പോൾ ഞാൻ ഇന്ന് ആക്കിയ കൂട്ടാനെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതെന്തായാലും ഒന്ന് എന്നോട് പറയണേ. ഏതാ നിങ്ങൾക്ക് ഇഷ്ടമായത്, ഉപ്പേരിയാണോ പപ്പടാണോ വെണ്ടയ്ക്കാണോ, അതെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാണ്ടൊന്ന് ഷെയറും ചെയ്യണേ.